നിങ്ങളുടെ സാലറി നിങ്ങൾ ചെയ്യുന്ന ജോലിയുടെ പ്രതിഫലം അല്ലെന്ന് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുമോ? നിങ്ങളുടേതായി മറ്റൊന്നും നേടാതിരിക്കാൻ, നിങ്ങളുടെ സമയം മുഴുവൻ സ്വന്തമാക്കാൻ ഒരു കമ്പനി തരുന്ന ഏറ്റവും കുറഞ്ഞ തുകയാണ് പലപ്പോഴും സാലറി. ഈ സത്യം ഒരു സാധാരണ ജീവനക്കാരൻ തിരിച്ചറിഞ്ഞ ദിവസം അവന്റെ ജീവിതം പൂർണ്ണമായി മാറി. ആ കഥയാണ് ഇന്ന് പറയുന്നത്. സാലറി. രാവിലെ 7:30. അലാറത്തിന്റെ ശബ്ദം 3-ാം തവണയും മുഴങ്ങിയപ്പോഴാണ് അരുൺ കണ്ണു തുറന്നത്. കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിനു മുൻപ് അവൻ പതിവ് പോലെ മൊബൈൽ ഫോൺ എടുത്തു നോക്കി. ബാങ്കിൽ നിന്ന് വന്ന സന്ദേശം സ്ക്രീനിൽ തെളിഞ്ഞു. 48,500 രൂപ ക്രെഡിറ്റ് ചെയ്തു. 1-ാം തീയതി. ഒരു നിമിഷം അവന്റെ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു. പക്ഷേ അടുത്ത നിമിഷം തന്നെ മനസ്സിൽ കണക്കുകൂട്ടലുകൾ തുടങ്ങി. വീട്ടുവാടക 12,000 രൂപ, കാർ ലോൺ 9,500 രൂപ, മകളുടെ സ്കൂൾ ഫീസ് 6,000 രൂപ, അച്ഛന്റെ മരുന്ന് 3,500 രൂപ, വൈദ്യുതി ബിൽ, ഇന്റർനെറ്റ്, പാചകവാതകം, പലചരക്ക് ചെലവ്. അക്കൗണ്ടിൽ വന്ന പണം മനസ്സിൽ തന്നെ ചെലവായി കഴിഞ്ഞിരുന്നു. അടുക്കളയിൽ നിന്ന് ഭാര്യ അഞ്ജലി പറഞ്ഞു, "ഇന്ന് സാലറി വന്നല്ലോ. ഈ മാസം ഫ്രിഡ്ജ് ശരിയാക്കണം. കഴിഞ്ഞ മാസം മാറ്റിവെച്ചതല്ലേ?" അരുണൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു. "നോക്കാം." ആ നോക്കാം എന്ന വാക്കിന്റെ അർത്ഥം അഞ്ജലിക്ക് നന്നായി അറിയാമായിരുന്നു. അത് പലപ്പോഴും ഇപ്പോൾ പറ്റില്ല എന്നതിൻ്റെ മറ്റൊരു രൂപമായിരുന്നു. ബസിൽ ഓഫീസിലേക്ക് പോകുമ്പോൾ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്ന അരുണിന്റെ മനസ്സിൽ ഒരു ചോദ്യം വീണ്ടും വീണ്ടും ഉയർന്നു. ഞാൻ ഇത്രയും വർഷമായി ജോലി ചെയ്യുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ജീവിതം ഇന്നും ശമ്പള ദിവസത്തിനും അടുത്ത ശമ്പള ദിവസത്തിനുമിടയിൽ മാത്രം കുടുങ്ങിക്കിടക്കുന്നത്? ഓഫീസിലെത്തി കമ്പ്യൂട്ടർ ഓൺ ചെയ്തതോടെ പതിവ് ജോലികൾ തുടങ്ങി. മീറ്റിംഗുകൾ, ഇമെയിലുകൾ, ഡെഡ്ലൈനുകൾ, അക്കൗണ്ടുകൾ. ലഞ്ച് സമയത്ത് സഹപ്രവർത്തകർ പുതിയ മൊബൈൽ ഫോണുകളെക്കുറിച്ചും വിദേശ യാത്രകളെക്കുറിച്ചും ഓഹരി നിക്ഷേപങ്ങളെക്കുറിച്ചും സംസാരിച്ചു. അരുൺ നിശബ്ദനായിരുന്നു. അവന്റെ മുന്നിലിരുന്നിരുന്ന രാജീവ് അത് ശ്രദ്ധിച്ചു. 50 വയസ്സിനടുത്ത് പ്രായമുള്ള രാജീവ് ഓഫീസിലെ ഏറ്റവും പരിചയസമ്പന്നനായ ജീവനക്കാരനായിരുന്നു. "എന്താ അരുൺ, എന്തോ ആലോചനയിലാണല്ലോ?" "ഒന്നുമില്ല ചേട്ടാ. സാലറി വന്ന ദിവസം ഇങ്ങനെ ഇരിക്കാറില്ലല്ലോ." അരുണൊന്ന് ചിരിച്ചു. സത്യത്തിൽ സന്തോഷിക്കാനൊന്നുമില്ല. മാസം തുടങ്ങുമ്പോൾ പണം വരും. മാസം തീരുന്നതിന് മുമ്പ് അതെല്ലാം പോകും. വീണ്ടും അടുത്ത 1-ാം തീയതി കാത്തിരിക്കും. ജീവിതം ഇങ്ങനെയാണോ? രാജീവ് കുറച്ചുനേരം മിണ്ടാതെയിരുന്നു. പിന്നെ ശാന്തമായി പറഞ്ഞു, "ഞാനും ഒരിക്കൽ ഇങ്ങനെയായിരുന്നു." അരുൺ ശ്രദ്ധയോടെ അദ്ദേഹത്തെ നോക്കി. 20 വർഷം മുമ്പ് എനിക്ക് തോന്നിയിരുന്നത് സാലറി കൂടിയാൽ ജീവിതം മാറുമെന്നായിരുന്നു. 50,000 കിട്ടുമ്പോൾ 1 ലക്ഷം വേണമെന്ന് തോന്നി. 1 ലക്ഷം കിട്ടിയപ്പോൾ 2 ലക്ഷം വേണമെന്ന് തോന്നി. രാജീവ് പുഞ്ചിരിച്ചു. "ഒരു ദിവസം എനിക്കൊരു കാര്യം മനസ്സിലായി." അദ്ദേഹം വെള്ളം കുടിച്ചിട്ട് തുടർന്നു, "സാലറി എന്നത് നമ്മൾ ചെയ്യുന്ന ജോലിയുടെ പ്രതിഫലം മാത്രമല്ല." അരുൺ ആകാംക്ഷയോടെ ചോദിച്ചു, "പിന്നെ?" "നമ്മളുടേതായി മറ്റൊന്നും നേടാതിരിക്കാൻ, നമ്മളുടെ സമയം മുഴുവൻ വാങ്ങാൻ ഒരു സ്ഥാപനം തരുന്ന ഏറ്റവും കുറഞ്ഞ തുകയാണ് പലപ്പോഴും സാലറി." ആ വാക്കുകൾ അരുണിന്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. രാജീവ് തുടർന്നു, "രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെ നീ നിന്റെ കഴിവ് മറ്റൊരാളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഉപയോഗിക്കുന്നു. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ 6 മണിക്ക് ശേഷം നിന്റെ സ്വന്തം സ്വപ്നങ്ങൾക്കായി നീ എന്താണ് ചെയ്യുന്നത്?" അരുൺ മറുപടി പറഞ്ഞില്ല. കാരണം അവന് മറുപടിയില്ലായിരുന്നു. കോളേജ് കാലത്ത് സംഗീതം അവന്റെ ജീവനായിരുന്നു. കീബോർഡ് വായിക്കുമായിരുന്നു. ചെറിയ പരിപാടികളിൽ പാടുമായിരുന്നു. യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് പലവട്ടം ആലോചിച്ചിരുന്നു. പക്ഷേ ജോലി കിട്ടിയതോടെ ജീവിതം മാറി. സമയമില്ല എന്ന കാരണത്താൽ അവൻ തന്റെ സ്വപ്നങ്ങളെ ഓരോ ദിവസവും മാറ്റിവെച്ചു. ആ വൈകുന്നേരം വീട്ടിലെത്തിയ അരുൺ സ്റ്റോർ റൂമിന്റെ മൂലയിൽ പൊടിപിടിച്ചു കിടന്നിരുന്ന കീബോർഡ് പുറത്തെടുത്തു. അഞ്ജലി അത്ഭുതത്തോടെ ചോദിച്ചു, "ഇതൊക്കെ ഇപ്പോഴും ഉണ്ടോ?" അവൻ ചിരിച്ചു. "ഞാനാണ് ഇതിനെ മറന്നത്." അന്ന് രാത്രി അരമണിക്കൂർ അവൻ കീബോർഡ് വായിച്ചു. വർഷങ്ങൾക്ക് ശേഷം അവന്റെ മുഖത്ത് നിന്ന് യഥാർത്ഥ സന്തോഷം തെളിഞ്ഞു. പിന്നീടുള്ള ദിവസങ്ങളിൽ അവൻ എല്ലാ രാത്രിയും 1 മണിക്കൂർ സംഗീതത്തിനായി മാറ്റിവെച്ചു. യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. വാരാന്ത്യങ്ങളിൽ കുട്ടികളെ കീബോർഡ് പഠിപ്പിക്കാൻ തുടങ്ങി. ആദ്യം 2 വിദ്യാർത്ഥികൾ, പിന്നീട് 5. കുറച്ചു മാസങ്ങൾക്കുള്ളിൽ അത് 12 വിദ്യാർത്ഥികളായി. അവന് കിട്ടിയ അധിക വരുമാനം വലുതായിരുന്നില്ല. പക്ഷേ അതവന് മറ്റൊരു വലിയ കാര്യം നൽകി: ആത്മവിശ്വാസം. ജോലിയില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല എന്ന ഭയം പതുക്കെ ഇല്ലാതായി. 1 വർഷം കഴിഞ്ഞു. വീണ്ടും ഒരു 1-ാം തീയതി ബാങ്കിൽ നിന്ന് സന്ദേശം വന്നു. 52,000 രൂപ ക്രെഡിറ്റ് ചെയ്തു. അരുൺ സന്ദേശം നോക്കി പുഞ്ചിരിച്ചു. പക്ഷെ ഇത്തവണ ആ പുഞ്ചിരിക്ക് കാരണം ശമ്പളം മാത്രമായിരുന്നില്ല. കാരണം അവനിപ്പോൾ മനസ്സിലാക്കിയിരുന്നു, സാലറി സുരക്ഷ നൽകും, ബില്ലുകൾ അടയ്ക്കാൻ സഹായിക്കും,
കുടുംബത്തെ സംരക്ഷിക്കും. പക്ഷേ സാമ്പത്തിക സ്വാതന്ത്ര്യം സൃഷ്ടിക്കുന്നത് സാലറിയല്ല, നമ്മുടെ കഴിവുകളാണ്, നമ്മുടെ സമയം ശരിയായി വിനിയോഗിക്കുന്നതാണ്, നമ്മുടെ സ്വപ്നങ്ങൾക്കായി നിക്ഷേപിക്കുന്ന ചെറിയ ശ്രമങ്ങളാണ്. ജീവിതത്തിൽ ഒരു ജോലി ഉണ്ടായിരിക്കണം, പക്ഷേ ജീവിതം മുഴുവൻ ഒരു ജോലിയിൽ മാത്രം ഒതുങ്ങരുത്. കാരണം സാലറി നിങ്ങൾ ചെയ്യുന്ന ജോലിയുടെ പ്രതിഫലമല്ല. നിങ്ങളുടേതായി മറ്റൊന്നും നേടാതിരിക്കാൻ, നിങ്ങളുടെ സമയം മുഴുവൻ സ്വന്തമാക്കാൻ ഒരു സ്ഥാപനം തരുന്ന ഏറ്റവും കുറഞ്ഞ തുകയാണ് സാലറി. ആ സത്യത്തെ തിരിച്ചറിയുന്ന നിമിഷം മുതൽ മാത്രമാണ് യഥാർത്ഥ വളർച്ച ആരംഭിക്കുന്നത്.